ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാസ്റ്റ ആൻഡ് വൈറ്റ് സോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 4 കപ്സ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അത് തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമ്മളുടെ 1.25 കപ്പ് പാസ്ത അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇതൊരു 6-7 മിനിറ്റ് എടുക്കും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്കായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വെന്തതിന് ശേഷം പതുക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്താലും മതി. ബട്ടർ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു റോസ് സ്മെല്ലൊന്ന് പോയാൽ മാത്രം മതി. ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തണ്ട. ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. സോ ജസ്റ്റ് ആ ഒരു റോസ് സ്മെല്ല് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിനകത്തേക്ക് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മഷ്റൂംസ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും മഷ്റൂംസിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ അടുത്ത വെജിറ്റബിളായ ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾക്ക് അതിനകത്തേക്ക് ഒരു 200 ml കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യണതിൻ്റെ ഇൻ ബിറ്റ്വീൻ പതുക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് അതിൽ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ നന്നായി തിളയ്ക്കുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മളുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നമ്മളിതൊന്ന് ഈ ക്രീം ഒന്ന് തിക്കായി ഇതൊരു ക്രീമി ആൻഡ് ജ്യൂസി ഫോമിലേക്ക് എത്തും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം, കുരുമുളക്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കണം, ബിക്കോസ് നമ്മൾ പാസ്റ്റയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വേണമെന്ന് വെച്ചാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. പിന്നെ ഒരു ഇറ്റാലിയൻ സീസണിംഗ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഡ്രൈ ബേസിൽ ഒറിഗാനോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചീസ് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്ന പാർമേസൻ ചീസാണ്. ഒരു 1/4 കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാർമേസൻ ചീസാണ് ശരിക്കും ഇതിൻ്റെ ഒതൻറ്റിക് റെസിപ്പിയിൽ വരുന്നത്. അപ്പോൾ അത് തന്നെ മാക്സിമം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇനി ഇതിനകത്തേക്ക് ഒലിവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ്സ് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ആയി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ശരിയാവില്ല. സോ ഒരു കുറച്ച് ഒലിവ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് റെസിപ്പിയിൽ കാണും വരെ ബൈ.